Hi dears, welcome to my YouTube channel. Standard 7 Social Science 11th Chapter Against Discrimination വിവേചനത്തിനെതിരെ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഭാഗത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബൂവറുകളെ കുറിച്ചാണ്. ആരാണ് ബൂവറുകൾ? നോക്കൂ, യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് ഓർ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ബൂവേഴ്സ് ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ഡച്ച് ഓർ നെതർലാൻഡ്സ്, ഫ്രഞ്ച് ആൻഡ് ദ ജർമ്മൻ ഹു കെയിം ടു ദ സൗത്ത് ആഫ്രിക്ക ഫ്രം യൂറോപ്പ്. ബൂവർ ഈസ് ദ ഡച്ച് വേർഡ് ഫോർ ഫാർമർ. Later, they came to be known as Afrikaner and their language and culture as Afrikaans. അതായത് യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരെയാണ് എന്തു പറയുന്നത്? ബൂവറുകൾ എന്ന് പറയുന്നത്. ബൂവേഴ്സ് ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ദ ജർമ്മൻ who came to South Africa from Europe. ബൂവർ ഈസ് ദ ഡച്ച് വേർഡ് ഫോർ ഫാർമർ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. ഇനി പിൽക്കാലത്ത് ഈ ബൂവർ വർഗക്കാർ ആഫ്രിക്കാനർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. നെക്സ്റ്റ്, ഗ്രേറ്റ് ട്രക്ക്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ടെക്ക് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ടെക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ബൈ ദ mid-19th century, ബ്രിട്ടീഷ് abolished slavery in their colonies. This adversely affected the Boers who used slaves to cultivate their lands. The Great Trek is the exodus of the Boers to the interior areas of South Africa to escape from such policies introduced by the British. Following the Great Trek, the Boers established republics in Transvaal, Orange Free State and Natal. 19th century പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം, അതായത് സ്ലേവറി, നിരോധിച്ചു. ഇത് അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ പ്രതികൂലമായി ബാധിക്കുകയും അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. പിന്നീട് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ ബൂവറുകൾ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ബൂവർ യുദ്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപ്പാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 19th century, മൈൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് were discovered in the regions under the Boer republics. Thus,
South Africa became the largest producers of gold and diamond. The Boer War started when Britain attempted to merge the Boer Republic with the British colonies. ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെടുകയും ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായിട്ട് ദക്ഷിണാഫ്രിക്ക മാറുകയും ചെയ്തു. ഇതോടെ ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചു. ഇതാണ് ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായത്. Gold and diamond mines were discovered in the territories under the Boer republics, and South Africa became the world's most important producer of gold and diamonds. Following this, Britain's attempt to merge the Boer republics along with the British colonial territories led to the wars. Okay. ഒന്നാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. 1780 മുതൽ 81 വരെയായിരുന്നു ഒന്നാം ബൂവർ യുദ്ധം. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. Britain captured Transvaal to extend their region to more regions. Following this, the First Boer War started. The Boers won the battle and formed the Republic of South Africa, merging Transvaal and the nearby regions. ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെടുകയും ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായി ദക്ഷിണാഫ്രിക്ക മാറുകയും ചെയ്തു. ഇതോടെ ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതാണ് എന്തിന് കാരണമായത്? ഒന്നാം ബൂവർ യുദ്ധത്തിന് കാരണമായത്. 1880 മുതൽ 81 വരെയായിരുന്നു ഈ ഒന്നാം ബൂവർ യുദ്ധം നടന്നത്. Gold and diamond mines were discovered in the territories under the Boer republics, and South Africa became the world's most important producer of gold and diamonds. Following this, Britain's attempt to merge the Boer republics along with the British colonial territories led to the wars. ഇനി രണ്ടാം ബൂവർ യുദ്ധം. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചു. 1899 മുതൽ 1902 വരെയായിരുന്നു രണ്ടാം ബൂവർ യുദ്ധം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. Disputes over the asset from the gold mines and the control over them led to the Second Boer War. The Boer administrators instituted tax on the gold mines. The British demanded the right to vote for their labours in the mines. When this demand was denied by the Republican administrators, the armed struggle, the most destructive war in the history of South Africa, started. The British army defeated the Boer republics in this battle. അപ്പോൾ സ്വർണ്ണഖനികളിലെ സമ്പത്തും നിയന്ത്രണങ്ങളും സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശവും ആവശ്യപ്പെട്ടു. എന്നാൽ റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ എന്തു ചെയ്തു? ഈ ആവശ്യത്തെ നിരസിച്ചു. ഇത് രണ്ടാം ബൂവർ യുദ്ധത്തിന് കാരണമായി. 1899 മുതൽ 1902 വരെയായിരുന്നു എന്ത് നടന്നത്? രണ്ടാം ബൂവർ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്.
Disputes over the wealth and control of gold mines led to the Second Boer War. The Boer rulers imposed taxes on the mines. Britain demanded voting rights for the British workers in the mines. However, the Republican rulers rejected this demand, which eventually led to the Second Boer War. In this war, the British army defeated the Boer Republicans. Okay? വേരിനിങ്ങിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. As per the Treaty of Vereeniging, the Boers approved the sovereignty of Britain. The Union of South Africa was formed as an autonomous territory under the control of the British. Based on the new constitution implemented by the Union of South Africa, the British and Afrikaners got a high consideration. However, the fundamental rights of the black people were denied. വെറിനിങ്ങിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരത്തെ അംഗീകരിച്ചു. ഇനി ഈ സന്ധിയിൽ പറയുന്നത് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അതിൽ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണനയും ലഭിച്ചു. എന്നാൽ കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. ദ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക വാസ് ഫോംഡ്. According to the constitution, the British and Africans received high priority. The basic rights of the black people were denied. Okay.